പിന്നെ എനിക്ക് കോംപ്രമൈസ് ചെയ്യാത്ത പാടേ ഉള്ളൂ. എനിക്ക് കോംപ്രമൈസ് ആവോ? ദൈവമേ, രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ് രണ്ടു വഴിക്ക് പോണേ. അമ്മ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഇവളുടെ ടെൻഷൻ കണ്ടറിയില്ലേ ദേവു? ഏട്ടനേട്ടത്തിയെങ്ങാനേ കോംപ്രമൈസ് ആവുന്നുള്ള ടെൻഷനാ. ആ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും എനിക്കില്ല. നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തി എനിക്ക് നല്ല പോലെ അറിയാം. രണ്ടുപേരും അമ്പിനും വില്ലിനും അടുക്കാത്ത ടൈപ്പാ. അവര് കോംപ്രമൈസ് ആവാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്നിട്ടാണ് അമ്മ ടെൻഷൻ അടിച്ചിരുന്നത്. എന്നാലും ചെറിയ ടെൻഷൻ എനിക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരല്ലേ, എങ്ങാനും മനസ്സ് മാറിയാലോ? പറയാൻ പറ്റില്ല. എന്റെ ദൈവമേ, രണ്ടും അടിച്ചു പിരിഞ്ഞ് രണ്ടു വഴിക്ക് പോയാൽ ഇങ്ങനൊരു തലം പഴനിയും കൊണ്ടുവന്ന് ഞാൻ മുട്ട അടിപ്പിക്കാവേ. ഇവളെന്താ ഉദ്ദേശിച്ചേ? അല്ല, മുടിയില്ലാത്ത എന്നെ എവിടെ കൊണ്ടുപോയി മുട്ട അടിക്കാനാ? ഭാഗ്യം എന്നെ മുട്ടയടിക്കാനൊന്നും അറിയാത്തത്. വക്കീലേ, നമുക്ക് ഈ കേസ് കോടതിയിൽ വരെ കൊണ്ടുപോകണോ? പറഞ്ഞു തീർത്താ പോരെ? ഇവിടെ കൊണ്ട് പറഞ്ഞാൽ തീരുമെങ്കിൽ നമുക്ക് സംസാരിച്ച് നോക്കാം. വക്കീൽ അയച്ചിരിക്കുന്ന പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ സത്യമല്ല. മുഴുവൻ സത്യം? ആദ്യം എനിക്ക് മോഹനം പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിനൊക്കെ ദൃക്സാക്ഷി കൂടെയാ. അല്ലേ ആവണി? എന്താ വക്കീലേ, വരട്ടല്ലേ? അവള് വേറൊരു ഒരു പാവമല്ലേ? അത്ര പാവമൊന്നുമല്ല ഇവള്. അനങ്ങാപ്പാറ പോലെ ഇരിക്കണമെന്നുള്ളൂ. ഉള്ള ഉള്ളും മൊത്തം വിഷമാണ്. മോഹന, ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴേ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. വക്കീലേ, ഇതൊരു കോംപ്രമൈസ് ടോക്കല്ലേ? ആവണിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ സുധയും പറഞ്ഞു. ഞാനും കുറച്ച് അന്വേഷിച്ചു. ചുരുക്കി പറഞ്ഞാല് ആവണിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവള് നിങ്ങളുടെ കക്ഷിയല്ലേ? അവളുടെ ഭാഗത്ത് തെറ്റൊന്നും കാണില്ലല്ലോ. ശരി, മോഹൻ പറയുന്നത് പോലെ ആവണിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് വിചാരിക്കുക. ആവണിയോട് ക്ഷമിക്കാൻ മോഹൻ തയ്യാറാവോ? ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് 2 കുട്ടികൾ മതി. മൂന്നാമതൊരു കുഞ്ഞെനിക്ക് വേണ്ട. അതെന്താ? അതെന്റെ കുഞ്ഞല്ല. ഇത് മോഹന്റെ കുട്ടിയാണെന്ന് നല്ല വൃത്തിയായിട്ട് മോഹൻ അറിയാം. പിന്നെ എന്തിനാ മോഹന അതിന്റെ പേരിൽ ഒരു തർക്കം? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നിങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുക. അപ്പൊ കോംപ്രമൈസ് ചെയ്യാം. താൻ ആരുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ പറയുന്നത് തനിക്ക് വല്ല ധാരണയുണ്ട്? വക്കീലെന്ന് വെറുതെ വക്കീലെ, നിങ്ങൾ ആരെയും വരട്ടുന്നേ? എല്ലാ കുറ്റവും എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള അടവാണ് ഇവരുടെ. അത് എൻ്റെ അടുത്ത് നടക്കില്ല. ഈ സ്വഭാവം കൊണ്ട് കോടതിയിലേക്ക് വന്നാൽ കുറച്ച് പാട് വിടുമല്ലോ മോഹൻ. വരട്ടലൊന്നും എന്നോട് വേണ്ടട്ടാ. എന്നാലേ വരട്ടാൻ പറ്റിയൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. താനും തൻ്റെ അമ്മയും തൻ്റെ സഹോദരന്റെ ഭാര്യയും ചേർന്ന് ആവണിയെയും ആവണിയുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? IPC സെക്ഷൻ 315 ഇൻഫന്റിസൈഡ്, ശിശുഹത്യ.
10 കൊല്ലം. ഇനി ആവണിയെ കൊല്ലാൻ ശ്രമിച്ചത് IPC 307, 7 മുതൽ 10 വർഷം വരെ. ആവണിക്ക് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് നശിപ്പിച്ചതിന് IPC 477, 7 വർഷം. ശരിയല്ലേ വക്കീലെ? മോഹൻ ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും മാളുവിന്റെയും അഭിയുടെയൊക്കെ കല്യാണവും കഴിഞ്ഞ് കുട്ടികളുമായിട്ടുണ്ടാവും. മോഹൻ ചെറുതായി പേടിച്ചല്ലോ വക്കീലെ. പേടിച്ചോ? പേടിച്ചു. വക്കീലെ, നമ്മളൊരു കോംപ്രമൈസ് ടോക്കനല്ലേ വന്നത്? ആഹാ, അത് ശരി. അത് മറന്നത് മോഹനിലല്ലേ, ഞാനല്ലല്ലോ. അപ്പൊ അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? എനിക്കല്ലേ? അല്ലേ വക്കീലെ? കോംപ്രമൈസ്. എനിക്ക് കോംപ്രമൈസ് വേണ്ടെങ്കിലോ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കും. നമുക്ക് ഇറങ്ങാൻ വക്കീലേ. എനിക്ക് കോംപ്രമൈസ് വേണ്ട. നിക്ക് മോന, നമുക്ക് സംസാരിക്കാം. ഇവരോടൊക്കെ എന്ത് സംസാരിക്കാനാണ്? കുറ്റം മുഴുവൻ എൻ്റെ തല. ഇവള് വലിയ പുണ്യാളത്തി. ഇവിടെ രാത്രി ആരും അറിയാതെ ആരെ കാണാൻ പോകുന്നത് നിങ്ങൾക്കറിയാവോ? അറിയാം. ആരെ? അതിപ്പോ ഞാൻ മോഹനോട് പറയേണ്ട കാര്യമുണ്ടോ? കോടതി പറഞ്ഞാ പോരെ? വക്കീലേ, ആവണി കാശ് കൊടുക്കുന്ന ആളുടെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടും ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലേ? കുറച്ച് പാടാണ്. ശ്രമിച്ചു നോക്ക്. ചുമ്മാ വരട്ടെ വക്കീലേ. ശരി, വരട്ടാൻ വേണ്ടി വേറൊരു കാര്യം കൂടി പറയട്ടെ. പാതിരാത്രി ആരും കാണാതെ ആവണി ഇറങ്ങിപ്പോയെന്നാണല്ലോ മോഹൻ പറയുന്നത്. ആവണി ആരും കാണാതെ പോയതല്ലേ, പിന്നെ മോഹൻ എങ്ങനെ കണ്ടു? ഞാൻ ടെറസിൽ നിന്ന് കണ്ടു. മോഹൻ പറയുന്ന ഈ പാതിരാത്രിയില് ടെറസിന്റെ മുകളില് മോഹൻ എന്ത് ചെയ്യായിരുന്നു? പറയൂ മോഹന, ടെറസിന്റെ മുകളിൽ ആ സമയത്ത് താൻ എന്ത് ചെയ്യായിരുന്നു? മോഹനം വീണ്ടും വരണ്ടും. ഇതുപോലെ എന്റെ പല ചോദ്യങ്ങൾക്കും താൻ ഉത്തരം പറയേണ്ടി വരും മോഹൻ. ഈ മോഹനൻ ദേഷ്യം വന്നപ്പോൾ എന്തോ ആവണിയോട് മോശമായത് പറഞ്ഞതിനാണല്ലോ ആവണി അബോർഷന് പോയത്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഓടിപ്പിടിച്ചങ്ങോട്ട് അബോർഷൻ ചെയ്യാൻ പോയത് ആവണിയുടെ തെറ്റല്ലേ? മോഹൻ മോശമായി പറഞ്ഞതുകൊണ്ടാണ് ആവണി അബോർഷൻ എന്നൊരു തീരുമാനം എടുത്തത് എന്ന് ആര് പറഞ്ഞു? അത് മാത്രമാണോ മോഹന? ആവണി പറഞ്ഞത് അത് മാത്രമല്ലെന്നാണല്ലോ. വേറെന്ത് കാരണം? അതൊക്കെ കണ്ടുപിടിക്കൂ വക്കീലേ. വക്കീൽ ഇതുവരെ ഒരു കേസിനും തോറ്റിട്ടില്ലല്ലോ, ഇതും ജയിക്കണ്ടേ? വക്കീലേ, ഇവര് വെറുതെ അതും ഇതും പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് എടുപ്പിക്കുകയാണ്. നമുക്ക് കോടതി കാണാം.
എനിക്ക് ഡിവോഴ്സ് മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവളെന്റെ കാലിൽ വീണ് കരയും. മതി കോംപ്രമൈസ് ടോക്കൊക്കെ. ഇനി എല്ലാം കോടതിയിൽ. എനിക്ക് ചോദിക്കാനും പറയാനും ഉള്ളതൊക്കെ ഇനി ഞാൻ കോടതിയിൽ പറയാം. കാണാം. കാണാം. ബാക്കില് കണ്ടില്ലേ, ഇതാണ് ഇയാളുടെ സ്വഭാവം. സാരമില്ല, കോടതി ചെല്ലുമ്പോ അതൊക്കെ മാറിക്കോളും. ആവണി ഇത് കണ്ടൊന്നും പേടിക്കണ്ട. മോഹൻ ടെറസിന് മുകളിൽ എന്ത് ചെയ്യാൻ ചോദിച്ചില്ലേ? ശരിക്കും എന്ത് ചെയ്യുമായിരുന്നു? കുറച്ച് സസ്പെൻസ് ഒക്കെ വേണ്ടേ സുധേ? അപ്പൊ അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. എനിക്കും സസ്പെൻസോ? പിന്നെ ആവണി അബോർഷൻ ചെയ്യാൻ മോഹൻ അനാവശ്യം പറഞ്ഞല്ലാതെ വേറെന്തെങ്കിലും റീസൺ ഉണ്ടോ? ഉണ്ടോ? താനല്ലേ പറഞ്ഞത് വേറെന്തോ കാരണം ഉണ്ടെന്ന്. അപ്പൊ കാണും. വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയേ. എടി എല്ലാം പറയാം. ഇപ്പൊ ഇത് നിനക്കും കൂടി ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ? വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ഇതിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ വീട്ടിലിറക്കൊക്കെയില്ലേ? വീട്ടിലൊക്കെ ആക്കാം. അതിനു മുന്നേ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ കാര്യം? സത്യം പറ, ആവണി അമ്പിളിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ എന്താ കാരണം? അത് ഞാൻ ആവണിനെ അമ്പളിനെയും ചേർത്ത് അനാവശ്യം പറഞ്ഞോണ്ട്. മോന, തൻ്റെ സകല തോന്നിവാസനും കൂട്ടുന്ന ആളാ ഞാൻ. എന്നിട്ട് എൻ്റെ അടുത്തും താനൊന്നും മറച്ചു വെക്കരുതായിരുന്നു. ഞാൻ എന്ത് മറച്ചു വെച്ചെന്ന്? എന്റെ പൊന്നു വക്കീല്, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഉള്ള കാര്യമാണ് ഈ പറയണത്. അരുന്ധതി വക്കീൽ വളരെ വ്യക്തമായി തൻ്റെ മുന്നിൽ നിന്നല്ലേ പറഞ്ഞത്. താൻ അനാവശ്യം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, വേറെയും ചില കാരണങ്ങളുണ്ട് അമ്പിളി ആവണി ഹോസ്പിറ്റലിൽ പോകാനെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആവണി രാത്രി ആരെയോ കാണാൻ പോയപ്പോൾ താൻ ഈ ടെറസിൻ്റെ മുകളിൽ എന്ത് ചെയ്യായിരുന്നു? എന്റെ പൊന്നു വക്കീല്, അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ വെറുതെ ടെറസിന്റെ മേളിൽ കയറി നിന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. വിശ്വസിക്കുന്ന എന്തെങ്കിലും കള്ളം പറ മോന. താൻ പേരും കള്ളനാ, എന്നോട് പോലും സത്യം പറയാത്ത കള്ളൻ. വക്കീല്, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മോന, എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ എന്നോട് തുറന്നു പറ. തനിക്ക് വേറെന്തെങ്കിലും എക്സ്ട്രാ മെറിറ്റൽ അഫെയർ വല്ലതും ഉണ്ടോ? എന്തോന്ന്? എടോ, തനിക്ക് വല്ല അവിഹിതം ഉണ്ടോന്ന്? ഒന്ന് പോ വക്കീലേ. ഞാൻ പറയുന്നത് താൻ വളരെ വ്യക്തമായി കേൾക്കണം. തനിക്കൊരു അവിഹിതം ഉണ്ടായിരുന്നു, അത് ആവണി അറിയുന്നു. ആവണി തന്നെ ചോദ്യം ചെയ്യുന്നു. രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ താൻ ചെയ്ത എല്ലാ കുറ്റവും താൻ ആവണിയുടെ തലയിൽ കെട്ടിവെച്ചു. അതിനാ അമ്പിളിയും കൂട്ടുപിടിക്കുന്നു. ഇതല്ലേ മോന സത്യം? വക്കീലെ, നിങ്ങൾ ആരുടെ വക്കീലാണ്? എന്റേത് അവളുടെ. എടോ, ഇതുപോലെയൊക്കെയുള്ളൊരു കഥ സത്യമാണെന്ന് അരുന്ധതി വക്കീൽ പുഷ്പം പോലെ തെളിയിക്കും. തനിക്ക് അറിയാഞ്ഞിട്ടാ അരുന്ധതിയെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ അരുന്ധതി വക്കീലിനെ കണ്ട് പേടിച്ച് എന്നിട്ട് ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോഹന, ഞാനൊരു കാര്യം തീർത്തു പറയാം. അരുന്ധതി വക്കീൽ തനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെ പറ്റിയൊക്കെ പറയുന്ന വളരെ വ്യക്തമായി താൻ കേട്ടതല്ലേ? എന്നോടൊന്നും ഒളിച്ചു വെക്കാതെ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മാളുവിൻ്റെ കല്യാണത്തിനല്ല, അവളുടെ മക്കളുടെ കല്യാണത്തിന് പോലും തനിക്ക് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ല. ചേച്ചി കേറിയിട്ട് പോവാ. കേറുന്നില്ല, നീ കാര്യം പറ. എന്ത് കാര്യം? അവണി കളിക്കല്ലേ. നീ ഞാൻ അറിയാതെ അരുന്ധതി വിളിച്ചിട്ടുണ്ടോ? എനിക്ക് ഉറപ്പാണത്. എന്തോ രഹസ്യം പറഞ്ഞിട്ടുമുണ്ട്. അല്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരി പറയോ മോഹൻ ടെറസിൽ എന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെ അനാവശ്യം പറഞ്ഞത് കൊണ്ടല്ല നീയും അമ്പിളി ഹോസ്പിറ്റലിൽ പോയത്. എന്നൊക്കെ എന്തിനാ അവര് പറയുന്നത്? ചിരിക്കല്ലേ, ചിരിക്കാതെ കാര്യം പറഞ്ഞേ. എന്തൊക്കെ രഹസ്യങ്ങളാ ഇത്? ഇതൊന്നും പോരാഞ്ഞിട്ട് നിനക്ക് നിന്റെ അച്ഛന്റെ രഘുവിനെ പേടിക്കാൻ വേറെ രഹസ്യം. എന്തുവാ ഇത്? എന്റെ ചേച്ചി
ചേച്ചിക്ക് ഇതെന്താ? അരുന്ധതി മാഡം പറഞ്ഞതൊക്കെ അയാളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. നിനക്ക് അരുന്ധതി എത്ര നാളായിട്ട് അറിയാം? 3 സിറ്റിംഗ് അല്ലേ കഴിഞ്ഞുള്ളൂ. എനിക്ക് അവളെ വർഷങ്ങളായിട്ട് അറിയാം. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ തക്കതായ കാരണം ഉണ്ടാവും. എന്താണ് വക്കീലിനെ കക്ഷിയുടെ മുഖത്തൊരു തെളിച്ചക്കുറവ്? ഒരു തെളിച്ചക്കുറവുമില്ല. ഇല്ലാത്ത കാര്യങ്ങളങ്ങ് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വരണ്ടു പോകുന്നു വിചാരിച്ചു. അത് പറയുമ്പോ തന്നെ പേടിയുണ്ടല്ലോ മോനാ മുഖത്ത്. ചേച്ചി, കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ടേ ഇതിപ്പോ ഡിവോഴ്സ് കേസ് ഇങ്ങേരാണ് പിൻവലിക്കുന്നാ തോന്നുന്നത്. എന്തായാലും ജയില് കൺഫേം ആയി. ഇനി എത്ര കൊല്ലം എന്നുള്ളതും കൂടി അറിയാനുള്ളൂ. അമ്പിളിയെ കൊല്ലാൻ നോക്കിയ കേസ്, അതിന് കേസ് ഞാൻ വേറെ അവനെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനി എത്ര കൊല്ലെന്നും കൂടെ അറിഞ്ഞാൽ മതി അല്ലേ? എടീ, ഈ കേസെങ്ങാനും തോറ്റ് ഞാൻ ജയിലിൽ പോകുന്നെങ്ങാനും എനിക്ക് തോന്നിയ ഞാൻ നിന്നെയും കൊല്ലും, ഞാനും ചാവും. അങ്ങനെ നീ എന്നെ ജയിലിലാക്കി നീ അങ്ങനെ പുറത്തെടുന്ന് സൂയിക്കണ്ട. ഞാൻ നിങ്ങളെയും കൊല്ലും. എന്നെ എന്തിനാ കൊല്ലുന്നേ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കേട്ടല്ലോ നിങ്ങളുടെ കക്ഷിയുടെ സ്വഭാവം. ഉള്ള നേരത്തെ വല്ല ഭ്രാന്താശുപത്രിയിലും കാണിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് ഞാൻ കാണിക്കാം. പക്ഷേ ഈ രാത്രി ആവണി പുറത്തു പോയ സമയത്തെ ഈ മോഹനൻ ടെറസിന്റെ മുകളിൽ എന്ത് ചെയ്യായിരുന്നു? അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പറഞ്ഞുതരും. സൗകര്യം പോലെ ചോദിച്ചാൽ മതി. ചേച്ചി കയറുന്നോ? ഇല്ല, നീ ചെല്ല. ശരി എന്നാ. ശരിയേ. ഏട്ടാ, എന്തായി? കോംപ്രമൈസ് ടോക്ക് കഴിഞ്ഞോ? എന്തോ കോംപ്രമൈസ്? പറഞ്ഞപ്പോ ആടിനെ പട്ടിയാക്കണ പരിപാടി. അവള് പുണ്യാളത്തി, ഞാൻ ക്രിമിനലും. ഏട്ടാ, കോംപ്രമൈസ് ചെയ്യാനൊന്നും പോവണ്ടായിരുന്നു ഏട്ടാ. അതാ വക്കീൽ നിർബന്ധിച്ചോണ്ടാ. അച്ഛാ, സെറ്റായോ? ആ, വേണ്ട നിക്കണ നിന്റെ അമ്മ. നിന്റെ അമ്മയെ എടുത്ത് നോക്കി സെറ്റായാന്ന്. എന്താ അമ്മ? മോളെ, ഡിവോഴ്സ് പെറ്റീഷൻ അച്ഛൻ എന്തായാലും പിൻവലിക്കുന്ന തോന്നുന്നേ. ആണോ? സൂപ്പർ അച്ഛാ. അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കും. അതൊന്നും നീ കാര്യാക്കണ്ട മാളൂ. നിന്റെ അച്ഛൻ ഇപ്പോഴത്തെ ദേഷ്യത്തിൽ വെറുതെ പറയുന്നതാ. ഒന്ന് തണുത്ത് കഴിയുമ്പോ അച്ഛൻ തന്നെ തീരുമാനം മാറ്റിക്കോളും. പെട്ടെന്ന് കണക്കാൻ ഫ്രിഡ്ജിൽ വെച്ചാലോ? ഫ്രിഡ്ജി വെക്കുന്നതിനേക്കാളും നല്ലതേ തളം വെക്കുന്ന മോളെ. അതാവുമ്പോ തലയൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്ത് കിട്ടും. അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അച്ഛൻ കേസ് പിൻവലിക്കും. അതൊക്കെ നമുക്ക് നോക്കാം. നീ വാ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇനി ഒരിക്കലും അവരൊന്നിക്കില്ല. ഇനി അഥവാ ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടായ ഈ പിശാച് എന്തിനാ ചിരിക്കുന്നേന്നല്ല ആലോചിക്കുന്നേ? സന്തോഷം കൊണ്ടാ. കഴിഞ്ഞിട്ട് പോയല്ലോ പ്രകാശ. ഇനി ഷോക്ക് അടിപ്പിച്ചാലേ ശരിയാവും. ഇത് ഷോക്കിലൊന്നും നിൽക്കില്ല. നീ ഇത് കണ്ടുപിടിക്കാനും നിൽക്കണ്ടട്ടാ. ഒരിക്കലും ഇല്ല.
ഏട്ടാ ആ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഏട്ടത്തി ഫോണിൽ സംസാരിക്കുന്ന കേട്ട് വെറുതെ ഞാനൊന്ന് ശ്രദ്ധിച്ചതാ. ഏട്ടത്തി പറഞ്ഞ കാര്യം കേട്ട് എനിക്ക് ചെറിയൊരു സംശയം. എന്ത് സംശയം? ഏട്ടത്തി പറയാ കുട്ടിക്കാലത്ത് എന്തിനാ പേടിയെന്നല്ലേ ചേച്ചിക്ക് അറിയൂ? അയാൾ എപ്പോഴും ഭയപ്പെടുന്നതിന് മറ്റൊരു കാരണമുണ്ട്. പിന്നെന്തായിരുന്നു? ആ, തൽക്കാലം ഇത് അരുന്ധതി വക്കീൽ അറിയണ്ട. അതാരാണ് ഏട്ടാ ഏട്ടത്തിയെ ഭയപ്പെടുത്തുന്ന ആ ഒരാൾ? എന്തിനായിരിക്കും ഏട്ടത്തി കുട്ടിക്കാലത്തും ഇപ്പോഴും അയാളെ ഭയപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ല, നമ്മളുടെ ഇടയിലോട്ട് ഒരു പരിചയമില്ലാത്ത ആള് കടന്നു വരും, നമ്മളുമായിട്ട് അടുത്ത്. അയാളെ കണ്ട് ആവണിയും അമ്മയും എല്ലാരും ഭയക്കും. പാലക്കാടുള്ള സ്ഥലം കച്ചവടം ചെയ്യാൻ കൊച്ചിയിലുള്ള പ്രകാശനെ സമീപിച്ചു. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആ പുതിയതായിട്ട് വന്ന അപരിചിതന് നമ്മളോട് എന്തൊക്കെയോ കഥകൾ പറയാനില്ലേ അഞ്ജു? എന്താവും ഏട്ടാ? ഏട്ടൻ പറയുമ്പോ എനിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് അഞ്ജു, ആവണിക്കും രഘുവിനും തമ്മില് എന്തോ ബന്ധമുണ്ട്.